ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർഫോഴ്സിന് ഇന്ന് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളൊന്നും ഇല്ല. ഇത് ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റുകളൊന്നും. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റഫേലാണ്. അത് 4.5, 4.5, 4.5th ജനറേഷനാണ്. 4.5, അഞ്ചല്ല, ഫിഫ്ത്ത് ജനറേഷൻ അല്ല, 4.5 ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് വളരെ എന്താണ് പറയുന്നത്, നമ്മുടെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ഒരു അഡ്വാൻസ്ഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതിന് ഏകദേശം അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സ്വന്തമാക്കിയാൽ മാത്രമേ ബാലൻസ് ഓഫ് പവർ ചൈനയും പാകിസ്ഥാനും എതിരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാരണം പാകിസ്ഥാൻ പോലും ചൈനയിൽ നിന്നും ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ അടുത്താണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ട്രംപ് വന്നപ്പോൾ F-35 ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ത്യ അത് കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ ഒരുപക്ഷെ റഷ്യയുടെ Su-57 വാങ്ങിക്കാൻ അല്ല റഷ്യയുമായിട്ട് കരാറിൽ ഒപ്പിടാൻ ആയിരിക്കും സാധ്യത കൂടുതൽ എന്നുള്ളത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. F-35 ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്, ഫിഫ്ത്ത് ജനറേഷൻ ആണ്. Su-57 പൂർണ്ണമായിട്ടും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അല്ല, പക്ഷേ എന്നാലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വെപ്പൺ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും Su-57 വാങ്ങിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെയുള്ള കാരണങ്ങളും അല്ലെങ്കിൽ ഈ രണ്ട് പ്ലാറ്റ്ഫോം തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമ്മൾ ചരിത്രപരമായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടല്ല, നമ്മളൊരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ഈ ഒരു വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നമുക്ക് ലഭിച്ചേ മതിയാകൂ. കാരണം ചൈനയെ ഓൾറെഡി ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട്. ചൈനയ്ക്ക് ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ അത് കിട്ടാനുള്ള സാധ്യതയും വളരെ എന്താണ് പറയുന്നത്, അതിവിദൂരമല്ല. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓൾറെഡി അത് നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യുന്നതിനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ഇന്ത്യക്ക് ഫിഫ്ത്ത് ജനറേഷൻ F-35 സ്റ്റെൽത്ത് ഫൈറ്ററൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ കൊട്ടിഘോഷിച്ച് ഭയങ്കരമായിട്ടുള്ള ആഘോഷമൊക്കെ ആയിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ F-35 മേടിക്കാൻ പോകുന്നു, ഡൊണാൾഡ് ട്രംപ് നാളെ തന്നെ അത് നമുക്ക് ഇങ്ങോട്ട് തരുമെന്നൊക്കെ പറഞ്ഞുവിടെ നമ്മൾ കണ്ടാണ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ ഒക്കെ തന്നെ അത് കുറച്ച് ദിവസം എഴുതി ആഘോഷിച്ചാണ്. പക്ഷേ അതൊന്ന് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. കാരണം ഇനി അഥവാ ട്രംപ് പറഞ്ഞത് ഇന്ത്യ അംഗീകരിച്ചാൽ തന്നെ അതൊക്കെ നെഗോസിയേഷനും അതിൻ്റെ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയമെടുക്കും. സമയമെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നത് ഒട്ടും അനുകൂലമായ സാഹചര്യം നമുക്ക് സൃഷ്ടിക്കത്തില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള എന്താണ് പറയുന്നത്, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഇതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള ഈ വെപ്പൺ സിസ്റ്റമൊക്കെ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നത് അതും വളരെ വിലക്കുള്ള വെപ്പൺ സിസ്റ്റമാണ്. അതൊക്കെ നമ്മൾ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്ന വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജോബാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ഇവിടെ പല നമ്മളുടെ ഗവൺമെൻറ് തലത്തിലായാലും ശരി, ഭരണകൂട തലപ്പത്ത് നിന്നായാലും ശരി, മറ്റ് സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ഡിഫൻസ് എക്സ്പേർട്സിൻ്റെ ഒക്കെ ഭാഗത്തുനിന്നും അവർ തീർച്ചയായിട്ടും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് റഷ്യയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതായിരിക്കും നമുക്ക് പ്രയോജനകരം. കാരണം റഷ്യ ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാലമായിട്ടുള്ള സൗഹൃദ അന്തരീക്ഷവും അല്ലെങ്കിൽ ഫ്രണ്ട്ലി റിലേഷൻസും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടും നമ്മൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ ദശാബ്ദങ്ങളായിട്ട് വാങ്ങിക്കുന്നുണ്ട്. നമ്മളിതുവരെ അങ്ങനെ പ്രത്യേകിച്ച് മറ്റ് എന്താ പറയുന്നത്, ഈ മെച്ചപ്പെട്ട ആയുധ സംവിധാനങ്ങളല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, വിലയുടെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ തന്നെ. എന്നിരുന്നാൽ തന്നെയും അമേരിക്കയെ ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നത് നമുക്ക് റഷ്യത്തിനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതുതന്നെയല്ല, റഷ്യ ഈ Su-57 പ്രപ്പോസൽ ഇന്ത്യക്ക് അത് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അത് നിർമ്മിക്കാമെന്നും പൂർണ്ണമായിട്ട് നിർമ്മിക്കാവുന്നത്
എഗ്രി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് കോഡ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. സോഴ്സ് കോഡ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയുമായിട്ടുള്ളതായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയർക്രാഫ്റ്റിൻ്റെ സോഴ്സ് കോഡാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഫ്രാൻസ് റഫേലിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് തരാൻ വിസമ്മതിക്കുന്നുണ്ട്. നമ്മളുടേതായിട്ടുള്ള ആയുധങ്ങളൊന്നും ഇതിനകത്തിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പരിമിതികൾ നമ്മളിപ്പം അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങൾ ഇത് മേടിച്ചുകൊണ്ട് നമുക്ക് ഇല്ലതാനും. കാരണം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമുക്കിതൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ Su-57 ഓഫർ റഷ്യയിൽ നിന്നും സ്വീകരിക്കും എന്നുള്ളൊരു പിന്നെ അല്ലെങ്കിൽ ഇന്ത്യ അത് ആക്റ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പൊതുമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അമേരിക്കയുടെ F-35 നമ്മൾ നോ പറയാൻ സാധ്യത കൂടുതലാണ്. കാരണം അത് ഈ F-35 ഒരു പ്രപ്പോസൽ പോലും നമ്മുടെ മുമ്പിലില്ല, അല്ലെങ്കിൽ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ F-35 വേണ്ട, നമുക്ക് Su-57 മതി എന്നുള്ളൊരു തീരുമാനം എടുക്കുവാൻ? അത് പൂർണ്ണമായോ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഫൈനലൈസ് ആയിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ചില പ്രതീക്ഷകൾ നമുക്ക് ഉണ്ട് എന്ന് വേണം കണക്കിലാക്കാൻ. അമേരിക്കൻ ഫൈറ്റർ ജെറ്റാണോ റഷ്യയുടെ ഫൈറ്റർ ജെറ്റാണോ നമുക്ക് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത്, അതോ നമ്മളുടെ തന്നെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം നമ്മളത് തുടങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം നമ്മൾ എന്താണ് നമ്മുടെ അതിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മളുടേതായിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ അത് പണിഞ്ഞ് എല്ലാം ഈ പറഞ്ഞ നമ്മുടെ സേനയിലേക്ക് അത് ഇൻഡക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒത്തിരി വർഷങ്ങൾ എടുക്കാൻ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് AMC എന്ന് പറയുന്ന പ്രോഗ്രാം, അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തുടങ്ങുകയും അത് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ മീൻ ടൈമിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് വളരെ എളുപ്പം തന്നെ നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ചൈനയും പാകിസ്ഥാനും അല്ലെങ്കിൽ നമ്മളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ നമ്മൾ നോക്കുമ്പം അവർക്ക് വളരെ അധികം അനുകൂലമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനം വളരെ കോംപ്ലക്സ് ആണെന്നാണ് പറയുന്നത്. കാരണം അത് ഇന്ത്യയുടെ മിലിറ്ററി കപ്പാബിലിറ്റി അല്ലെങ്കിൽ ശേഷിയൊക്കെ ഷേപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നൊക്കെ പറയും. കാരണം തന്ത്രപരമായിട്ടുള്ള നമ്മുടെ എന്താണ് നമുക്ക് നമ്മുടെ സ്വന്തം നമുക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസ്ഥയാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ 5th ജനറേഷൻ ഫൈറ്റർ റേസിൽ നമ്മുടെ പൊസിഷൻ എന്തായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും നമ്മൾ ഈ ഫൈറ്റർ ജെറ്റ് 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങിക്കണം, അത് നമ്മുടെ തന്നെ പ്രോഗ്രാമായിട്ടുള്ള AMC ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അർജൻറ്റായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് പറഞ്ഞാൽ, കാരണം നമുക്കിതിനെ ഒരിക്കലും ഡിലേ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കിനകത്തിൽ ഒരു എന്താ പറയുന്നത് അധികം നമുക്ക് വെയിറ്റ് ആൻഡ് സി പോളിസി അല്ലെങ്കിൽ ഗെയിം നമുക്കിനകത്തിൽ പറ്റത്തില്ല. കാരണം ചൈനയും പാകിസ്ഥാനും ഓൾറെഡി ഈ പറഞ്ഞ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ചൈനയിലുണ്ട്. പാകിസ്ഥാൻ അത് തീർച്ചയായിട്ടും കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് 5th ജനറേഷൻ ജെറ്റ് വളരെ അർജൻറ്റാണ് അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ചൈനയുടെ J-20 സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഓൾറെഡി ഓപ്പറേഷനിലാണ്. അവർ നമ്മുടെ ഇന്ത്യയിലുള്ള ബോർഡറിലൊക്കെ തന്നെ അവർ വിന്യസിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ J-35 എക്സ്പോർട്ട് വേർഷൻ പാകിസ്ഥാന് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കാനുള്ള സാധ്യതയും വളരെ അധികം ആണ്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കത്തില്ല. ഇന്ത്യക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു രണ്ട് സ്ക്വാഡ്രൺ എങ്കിലും നമുക്ക് റഷ്യയിൽ നിന്നെങ്കിൽ റഷ്യയെ നമുക്ക് മേടിച്ചേ വരത്തുള്ളൂ. AMC പ്രോഗ്രാമിൻ്റെ നമ്മുടെ സ്വന്തം പ്രോജക്റ്റായിട്ടുള്ള AMC അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അത് 5th ജനറേഷൻ ആണത്. അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ ഇട്ടുണ്ട്. അത് എയർലി സ്റ്റേജിലാണ്. പക്ഷേ അത് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്തെ നമുക്കറിയാമല്ലോ, കാരണം ഒത്തിരി വർഷം എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു 10 വർഷമെങ്കിലും മിനിമം നമുക്ക് എടുക്കും. പക്ഷേ ആ 10 വർഷം നമുക്ക് തീർച്ചയായിട്ടും ഒരിക്കലും നമുക്കതിനെ നമ്മുടെ സ്വന്തം 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോഴത്തേക്ക് 5th പോയി 6th പോയി 7th ജനറേഷനൊക്കെ നമ്മളുടെ അയലത്തുള്ള രാജ്യങ്ങളും ലോകത്തുള്ള ഈ പറഞ്ഞ പല രാജ്യങ്ങളൊക്കെ സ്വായത്തമാക്കിയിരിക്കും. അതുകൊണ്ട് നമുക്ക് വി കനോട്ട് വെയിറ്റ്. നമ്മുടെ AMC തീരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക്
ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് അക്വയർ ചെയ്ത് നടത്തുന്നത്. ഇനി F-35 പിറ്റ്ഫോൾസ് അല്ലെങ്കിൽ അതിൻ്റെ കുറവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫൈറ്ററാണ് F-35. പല രാജ്യങ്ങളായിട്ട് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള നേറ്റോയിലുള്ള പല രാജ്യങ്ങൾ ഉൾപ്പെടെ ഏകദേശം 10,000 മേലുള്ള F-35 ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ഓപ്പറേഷനിലാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിയൽ പിന്നെ കോമ്പാറ്റാണ്. കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ അത്യാധുനികമായിട്ടുള്ള സെൻസേഴ്സും ആവിയോണിക്സും അതുപോലെ തന്നെ സ്റ്റെൽത്ത് ഫീച്ചേഴ്സും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഒരിക്കലും മോശമായിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല, വളരെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളുള്ള പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഏകദേശം 80 മുതൽ $110 മില്യൺ വരെ ഏകദേശം ഇതിൻ്റെ പ്രൈസ് ആകും. പക്ഷെ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് റഷ്യയുടെ Su-57 വളരെ കൂടുതലാണ്, 2 മടങ്ങൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ കിട്ടത്തില്ല. നമ്മളുമായിട്ട് ജോയിൻറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും അവർ സമ്മതിക്കത്തില്ല. ഈ 2 കാര്യങ്ങളും നോൺ നെഗോഷ്യബിൾ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ത്യക്ക് ടെക്നോളജി ട്രാൻസ്ഫർ വേണം, ഇവിടെ നമുക്കത് നിർമ്മിക്കുകയും വേണം. അതിന് റഷ്യ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷണൽ സോവറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം പൊതുവേ ഒരു റൂമറുള്ളത് F-35 കിൽ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ആ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇത് ദൂരെ നിന്ന് തന്നെ, കാരണം അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും ഇപ്പം വളരെ അടുത്തുള്ള ഏതെങ്കിലും അവരുടെ കമാൻഡ് നിന്നുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ നമ്മൾ മേടിച്ച എയർക്രാഫ്റ്റിനെ അവർക്ക് നിർവീര്യമാക്കാൻ സാധിക്കും, അവർക്ക് തന്നെ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരം ഒരു ഫീച്ചർ ഉണ്ടെങ്കിലും ഇല്ല തന്നെ ഇതിനകത്തിൽ ഒത്തിരി മില്യൺസ് ഓഫ് കോഡുണ്ട്, ലൈൻസ് ഓഫ് കോഡുണ്ട്. അപ്പോൾ അത് അമേരിക്കയുടെ കൺട്രോളിൽ മാത്രമാണ്, അത് ഒരിക്കലും അത് ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ഈ സോഴ്സ് കോഡ് ഇല്ലാതെ, ഈ സോഴ്സ് കോഡാണ് ഏറ്റവും പ്രധാനം. ഈ സോഴ്സ് കോഡ് നമുക്ക് കിട്ടാതെ, ഇപ്പം ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ മേടിക്കുന്നു, പക്ഷേ ആ സോഴ്സ് കോഡ് നമുക്ക് കിട്ടാതെ നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മുടെ ബ്രഹ്മോസോ, രുദ്രം അല്ലെങ്കിൽ അസ്ട്ര മിസൈലൊന്നും ഇതിനകത്തിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അവർ പറയുന്ന അവരുടെ ഈ പറഞ്ഞ മിസൈലുകളും ബോംബുകളും ഒക്കെ തന്നെ നമ്മൾ മേടിച്ച് എത്ര വർഷം ഉപയോഗിക്കുന്നുണ്ടോ അത്രയും വർഷം നമ്മളിത് മേടിച്ചത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വലിയൊരു നഷ്ടം, വലിയൊരു ചിലവ് വരുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ പറഞ്ഞ ആയുധങ്ങളൊന്നും തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ സോഴ്സ് കോഡ് അവർ തരാത്തതുണ്ട്. ഇവർ റഫേലിൽ നിന്ന് ഫ്രാൻസ് തരത്തില്ലെന്ന് പറഞ്ഞു, അമേരിക്കയിൽ നമ്മൾ ഒട്ടുമേ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് മേടിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം തന്നെ അമേരിക്കയുടെ ആയുധങ്ങൾ അതിനകത്തിലെ ഈ ബോംബ്സ് അല്ലെങ്കിൽ മിസൈൽസ്, ഇതിൽ ഘടിപ്പിക്കുന്ന റോക്കറ്റ്സ് ഒക്കെ തന്നെ അമേരിക്കയുടെ പിന്നെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കണം, അവരുടെ തന്നെ സാധനങ്ങൾ നമ്മൾ മേടിക്കണം. പിന്നെ ഇതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് സിസ്റ്റംസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് ഭയങ്കര ഭാരിച്ച ചിലവായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ റഷ്യ വളരെ സർപ്രൈസിങ് ആയിട്ട്, ഷോക്കിംഗ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ സോഴ്സ് കോഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോസ്കോ, അതായത് റഷ്യ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന Su-57E ആണ്. അതായത് Su-57 എക്സ്പോർട്ട് വേർഷനാണ്. എക്സ്പോർട്ട് വേർഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെയുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് രാജ്യവും ഒരു ആയുധം അവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്തിൽ മൊത്തം ആ രാജ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന മൊത്തം ഫീച്ചേഴ്സും എക്സ്പോർട്ട് വേർഷൻ അതിൽ ഒരിക്കലും ഉപയോഗിക്കത്തില്ല, കൊടുക്കത്തില്ല. അത് ഉറപ്പാണ്. അപ്പോൾ റഷ്യ നമുക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് റഷ്യയിൽ നിന്ന് ടെക്നോളജി ഒരു ട്രാൻസ്ഫർ ചെയ്യാൻ, ഒരു സോഴ്സ് കോഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ, നമ്മളായിട്ട് ഒത്തുചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള സമ്മതമൊക്കെ റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ റഷ്യയിൽ നിന്നും ഉള്ള ഓഫർ സ്വീകരിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടൊരു എന്താ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ജോയിൻറ്റ് പ്രൊഡക്ഷൻ സംബന്ധിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ വെപ്പൺ സിസ്റ്റത്തിനകത്തിൽ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ആ സോഴ്സ് കോഡ് അവർ തരാമെന്ന് പറയുന്നതുകൊണ്ടാണ്. സോഴ്സ് കോഡ് തന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്കത് സാധിക്കത്തില്ല. അപ്പോൾ സോഴ്സ് കോഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് പിന്നെ ഈ ജെറ്റിനെയൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആയുധങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ ഇതിനകത്ത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റഷ്യ അല്ലെങ്കിൽ ആരാ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് തന്നെ രാജ്യം, അവരെ നമുക്ക് എപ്പോഴെപ്പോഴും
സപ്പോർട്ടിന് വേണ്ടി നമുക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഇപ്പോൾ അമേരിക്ക F-35 ഒന്നും അവർ ടെക്നോളജീൻ്റെ അതെല്ലാം സോഴ്സ് കോഡ് ഒന്നും തരുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ദീർഘകാലം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫൈറ്ററായിട്ടല്ല നമ്മൾ മേടിക്കുന്നത്, കുറേയേറെ ഫൈറ്റേഴ്സ് അല്ലേ നമ്മൾ മേടിക്കുന്നത്. ഇപ്പോൾ 10, 20, 30, 40 ഒക്കെ ഫൈറ്റേഴ്സ് ആയിരിക്കും നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ ഇത് 10, 20, 25 വർഷം നമ്മളിത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഇത്രയും കാലവും നമുക്ക് അമേരിക്കയെ തന്നെ ആശ്രയിക്കണം. ഇതിൻ്റെയുള്ള സപ്പോർട്ട്, മെയിൻ്റനൻസ്, പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ അവരിൽ നമ്മൾ മേടിക്കേണ്ടി വരും നമുക്ക്, അവർ ആ സോഴ്സ് കോഡ് ടെക്നോളജി തന്നില്ലെങ്കിൽ. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും വർഷം നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ചിലവുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സിനെ ഭയങ്കരമായിട്ട് അമ്മാരുടെ കൈകളിൽ എത്തിക്കുന്ന ഒരു പരിപാടികളാണ് അതാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും സ്വീകാര്യമാകരുത്, സ്വീകാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ഓഫർ പൊതുവെ നമുക്കറിയാം, അവർ ഇക്കാര്യത്തിൽ അല്പം കൂടെ ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസ് ഈ റഫേലിൻ്റെ കാര്യത്തിൽ സോഴ്സ് കോഡ് നമുക്ക് ഷെയർ ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ ആയിട്ടുള്ള നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ഈ പറഞ്ഞ റഫേലോ, അസ്ട്രായോ അല്ലെങ്കിൽ രുദ്ര ഇതുപോലുള്ള അത്യാധുനികമായിട്ടുള്ള മിസൈലുകൾ അല്ലെങ്കിൽ റോക്കറ്റുകളും ബോംബ്സുകളും തന്നെ ഈ പിന്നെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ Su-30 MKI ഫ്ലീറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാനും നമ്മുടെ AMCA പ്രോഗ്രാമിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ റഷ്യ സമ്മതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊപ്പോസലിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ എയറോസ്പേസ് കേപ്പബിലിറ്റിയെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡപ്പ് ചെയ്യാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് റഷ്യയിൽ നിന്നുള്ള പറഞ്ഞ ഒരു ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ നമുക്ക് വളരെ ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു പ്രൊപ്പോസലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് റഷ്യ ഇത്രയും ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റഷ്യയുടെ Su-57 വളരെ കുറച്ച് പിന്നെ ബയേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ലോകത്ത് അമേരിക്കയുടെ F-35 ഒത്തിരി രാജ്യങ്ങളിലായിട്ട് ആയിരത്തിന് മുകളിൽ ഫൈറ്റർ ജെറ്റ്സ് ഇപ്പോൾ ഓപ്പറേഷനിലാണ്. പക്ഷേ Su-57 അധികം രാജ്യങ്ങൾ ഇതിനെ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് എണ്ണത്തിൽ വളരെ കുറവാണ് ഓപ്പറേഷണലായിട്ടുള്ള. ലോക വ്യോമസേന നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ Su-57 വളരെ കുറച്ച് മാത്രമേ ഓപ്പറേഷണലായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഈ യുക്രൈൻ വാറ്, യുക്രൈൻ തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയുടെ ഡിഫൻസ് എക്സ്പോർട്സും വളരെ കുറവാണ്. അപ്പോൾ അൾജീരിയ പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ജെറ്റിന് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ മാസ് പ്രൊഡക്ഷൻ ഒന്നുമില്ല. Su-57 ഇതുവരെ മാസ് പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്തിട്ടില്ല. ഏതാണ്ട് 40 ജെറ്റോളം ഇതുവരെ അവർ നിർമ്മിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഫൈനാൻഷ്യലായിട്ടും ഇൻഡസ്ട്രിയൽ സപ്പോർട്ടും വേണം ഇത് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അവർ ഇന്ത്യക്ക് ഇത്രയും വലിയൊരു ഓഫർ തരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു ബിസിനസ്സാണ്. അവരുടെ ഈ ഒരു പ്രോഗ്രാമിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ നേരത്തെ ഇന്ത്യ റഷ്യ തമ്മിൽ ഈ Su-57 ഒരുമിച്ച് ചെയ്യാന്നുള്ളൊരു പിന്നെ ഒരു അവസ്ഥയിലൊക്കെ വന്നതാണ്. പക്ഷേ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏകദേശം 2007 ഇന്ത്യ റഷ്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തതാണ്. 5th ജനറേഷൻ ഫൈറ്റർ. എത്ര വർഷത്തിന് മുമ്പാണെന്ന് ആലോചിച്ച് നോക്കി. 2007 2007 നമ്മളിത് റഷ്യയുമായിട്ട് ചേർന്ന് ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നമ്മൾ നിർമ്മിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്നേ ഇത് കൈക്കലാക്കാമായിരുന്നു. 2007 കഴിഞ്ഞ് 18 വർഷമായിരുന്നു. 18, 25 ഈ 18 വർഷമായിട്ട് നമുക്ക് ഇങ്ങനൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അത് നമ്മളെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും 2018 ഇന്ത്യ അതിനകത്ത് നിന്ന് പിന്മാറി. കാരണം അതിൻ്റെ കോസ്റ്റ്, പെർഫോമൻസ്, പിന്നെ മറ്റു ചില ഡിസഗ്രിമെൻറ്റ്സ്, ഡിലേസ് ഒക്കെ കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്ക് ഒത്തിരി അവസരങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പല മേഖലകളിലും പല കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് നമുക്കിനിയും ഇതിനെക്കുറിച്ചുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് സമയം നഷ്ടപ്പെടുത്തുവാനോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് വളരെ താല്പര്യപൂർവ്വമാണ് റഷ്യ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇതിനകത്തിൽ ഇനിയും ഒരു ടൈം ഡിലേ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ തന്ത്രപരമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു 5th ജനറേഷൻ എയർക്രാഫ്റ്റ് നമ്മൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു. അത് അർജന്റീനയാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ F-35 Su-57 5th ജനറേഷൻ ആണെങ്കിൽ തന്നെയും ആ വ്യത്യാസമുണ്ട്. F-35 ആണ് ഒന്നുകൂടെ മുൻപിൽ നിൽക്കുന്നത്.
സ്റ്റെൽത്തിൽ ഇലക്ട്രോണിക് വാർഫെയർ, സെൻസർ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ അതിൽ F-35 തന്നെയാണ് മുൻപിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോം, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ Su-57 അതിൻ്റെ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം റഷ്യയുടെ സാധനമാണ്, നമുക്കൊരിക്കലും അതിനെ അണ്ടർമൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെ എന്താണ് പറയുന്നത് വില കുറച്ച് കാണാൻ സാധിക്കത്തില്ല. അതിന് സ്പീഡുണ്ട്, അതുപോലെ തന്നെ മനോവറബിലിറ്റി ഉണ്ട്. ലോങ് റേഞ്ച് എൻകൗണ്ടർ ഒക്കെ ആണെങ്കിൽ F-35 ആണ് മുന്നിൽ നിൽക്കുന്നത് Su-57നെക്കാളിലും. ക്ലോസ് റേഞ്ചിൽ ഉള്ള ഡോഗ് ഫൈറ്റിലൊക്കെ Su-57 ആണ് F-35നേക്കാൾ അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷേ നമ്മൾ ചുരുക്കത്തിൽ F-35 വളരെ ഒഫൻസീവായിട്ടുള്ള ഫൈറ്ററും Su-57 ഡിഫെൻസീവായിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റുമാണെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് F-35 ആണ്, അതിനേക്കാളിൽ വില കുറച്ചാണ് Su-57. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ചൈനയുടെ കപ്പാസിറ്റി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് Su-57 ആണ് ഒരു ബെറ്റർ ഓഫർ, അല്ലെങ്കിൽ ഒരു ബെറ്റർ മാച്ച് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് Su-57 ആണ്. കാരണം ചൈന, നമ്മൾ നേരത്തെ പറഞ്ഞ J-20 ഓൾറെഡി അവർ ഹിമാലയൻ ബോർഡറിലൊക്കെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. J-35 അവരുടെ സർവീസിലില്ലെങ്കിൽ തന്നെയും അവർ പാകിസ്ഥാന് വില കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കൊടുക്കാമെന്നുള്ളൊരു ധാരണയിലൊക്കെ ഏകദേശം എത്തുകയുണ്ട്. അപ്പോൾ ഈ രണ്ട്, ചൈനയുടെ ആയാലും റഷ്യയുടെ ആയാലും, പിന്നെ സ്റ്റെൽത്ത് എന്നുള്ളൊരു ഫീച്ചർ അവർ മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും അമേരിക്കയുടെ F-35 പുറകിലാണ് ഈ രണ്ട് ജെറ്റുകളും എല്ലാ രീതിയിലും. സാങ്കേതികപരമായിട്ട് നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കുമ്പോഴും F-35നേക്കാളും പുറകിലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് Su-57 എന്നുള്ളൊരു ഓഫർ വളരെ എന്താണ് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയുടെ ഫൈറ്റർ ജെറ്റിനേക്കാളിലും Su-57 ചില ക്ലിയർ അഡ്വാൻറ്റേജസ് ഉണ്ട്. സ്പീഡുണ്ട്, പിന്നെ വെപ്പൺ ഇൻ്റഗ്രേഷനിൽ അതുപോലുള്ള മേഖലകളിലൊക്കെ. പിന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇത് മോഡിഫൈ ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കുമെങ്കിൽ നമ്മളുടെ തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനികമായിട്ടുള്ള വെപ്പൺസ് ഒക്കെ തന്നെ നമുക്കിതിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്കിത് തന്നെ ഒരു ബെറ്റർ ചോയ്സാണ്. പക്ഷേ F-35 ഡീലിനകത്ത് നമുക്കിതൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും F-35ഉം Su-57 തമ്മിൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പല കാരണങ്ങൾ കൊണ്ടും റഷ്യയിൽ നിന്നുള്ള ഓഫർ സ്വീകരിക്കുന്നതായിരിക്കും നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ടാക്റ്റിക്കലായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കത്തില്ല, പക്ഷേ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ദീർഘകാലം നമുക്കിത് എങ്ങനെ നമ്മുടെ സേനയെ സെർവ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള താല്പര്യങ്ങൾ അതെങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തെ അടിസ്ഥാനമായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ ഒരു ഓഫർ സ്വീകരിക്കേണ്ടത്. അല്ല പെട്ടെന്നുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനെ ആയിരിക്കും ഒരു തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ AMCയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പോൾ ആരിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ തന്നെ, റഷ്യയിൽ നിന്ന് മേടിച്ചാലും അമേരിക്കയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലും, നമ്മുടെ AMCA പ്രോഗ്രാം അതൊരിക്കലും നിർത്താൻ പാടില്ല. അത് നമുക്ക് നോൺ നെഗോഷ്യബിൾ ആണ്. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. കാരണം നമ്മുടെയായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള 5th ജനറേഷൻ എയർക്രാഫ്റ്റ് അല്പം താമസിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തദ്ദേശീയമായിട്ട് അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് അതിനകത്തൊരു ഉപേക്ഷ വരുത്തരുതാത്തൊരു മേഖലയാണ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോഗ്രാമായിട്ട് നിലനിർത്തുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം അത് അമേരിക്കയിൽ നിന്ന് മേടിച്ചാലും റഷ്യയിൽ നിന്ന് മേടിച്ചാലും നമ്മുടെ AMCA പ്രോഗ്രാമിൽ നിന്നും നമ്മളൊരിക്കലും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പാടില്ല. അത് നമ്മളുടെ എയറോസ്പേസ് ഇൻഡിപെൻഡൻസ്, കാരണം നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് ജെറ്റ് എഞ്ചിൻ നമുക്ക് നിർമ്മിക്കാൻ ഇത് സാധിച്ചിട്ടില്ല. നമ്മളെപ്പോഴും വിദേശ രാജ്യങ്ങൾ, അമേരിക്ക അല്ലെങ്കിൽ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മേഖലകളൊക്കെ. അപ്പം ജെറ്റ് എഞ്ചിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാൻ യാതൊരു കാര്യമില്ല. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജെറ്റ് എഞ്ചിൻ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഗ്രീൻ ലൈറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം ഇൻ്റർനാഷണൽ, അതായത് നമ്മൾ ലോകത്ത് പല ഗവൺമെൻറ്റുകളുമായിട്ടും അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട്നേഴ്സുമായിട്ടൊക്കെ ഇതിൻ്റെ എൻജിൻ നിർമ്മിക്കാനും അതുപോലെ തന്നെ മറ്റ് ക്രിട്ടിക്കൽ സിസ്റ്റമൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ബ്രിട്ടൻ്റെ റോൾസ് റോയ്സ്, ഫ്രാൻസിൻ്റെ സൊഫ്രാൻ, എൻജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി
വിത്ത് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ. കാരണം ഇന്ത്യ എപ്പോഴും പിന്നെ ഡിമാൻഡ് ചെയ്തൊരു കാര്യമാണ് ടെക്നോളജി ട്രാൻസ്ഫർ. അതല്ലെങ്കിൽ നമുക്ക് വേറെ പ്രയോജനങ്ങളൊന്നുമില്ല. അപ്പം DRDO തുടങ്ങിയാൽ തന്നെ ഈ AMC തുടങ്ങിയാൽ തന്നെ അത് 2035 ഫിനിഷ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫിഫ്ത്ത് ജനറേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാൻ സാധിക്കത്തില്ല. തൽക്കാലം AMC മുമ്പോട്ട് പോകട്ടെ. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് റഷ്യയിൽ നിന്ന് ഈ പറഞ്ഞ Su-57 നമുക്ക് മേടിച്ച് നമ്മുടെ സേനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാകേണ്ടതുണ്ടാകും. മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നമുക്ക് ഇനിയും കാത്തിരിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനും ചൈനയും ഒക്കെ തന്നെ ഈ പറഞ്ഞ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ ഒരു എന്താണ് അവരുടെ എയർഫോഴ്സ് ചൈനയ്ക്കുണ്ട്. ചൈനയ്ക്ക് ഉള്ളത് കൊണ്ട് അവർ പാകിസ്ഥാന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അവരുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാന് നമ്മളെക്കാളും നേരിയ അപ്പർ ഹാൻഡ് ഈ പറഞ്ഞ എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ അവർക്ക് കിട്ടും. അപ്പോൾ അത് ഇന്ത്യ തീർച്ചയായിട്ടും അതിനു മുമ്പ് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിൽ ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത് നമുക്ക് നമ്മുടെ സേനയ്ക്ക് വേണ്ടി ഈ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് നമ്മൾ മേടിക്കുക. അത് സേനയിലേക്ക് നമ്മൾ സേനയ്ക്ക് മേടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ പാകിസ്ഥാനും ചൈനയ്ക്കെതിരെയുള്ള പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെയുള്ള ബാലൻസ് ഓഫ് പവർ നമുക്ക് ഒരു ആധിപത്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കുന്ന കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ചില പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അമേരിക്കയെ നമ്മൾ ആശ്രയിക്കാതിരിക്കും ഏറ്റവും നല്ലത് പറഞ്ഞത്. കാരണം അതൊരു ട്രാപ്പായിരിക്കും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും റഷ്യയിൽ നിന്നുള്ള Su-57 എന്നുള്ളൊരു ഓഫർ സ്വീകരിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും ചിലവിലും. അതുപോലെ തന്നെ നമുക്ക് പ്രദേശികമായി നമ്മുടെ കയ്യിലുള്ള ബ്രഹ്മോസ് അതുപോലുള്ള മിസൈലുകളൊക്കെ തന്നെ ഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് ലഭിച്ചാൽ മതിയാകും. അത് അമേരിക്കൻ തരത്തില്ല, ഫ്രാൻസും തരത്തില്ല, റഷ്യ തരാൻ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും റഷ്യയുടെ ഓഫർ സ്വീകരിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് തൽക്കാലം നല്ലത് എന്നാണ് നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.